ഒരു കാര്യം ഞാൻ പറയാം, എന്നോട് വെറുതെ ചൂടാവണ്ട. വർഷയുണ്ടല്ലോ, വർഷ എൻ്റെ അനിയത്തിയാണ്. നിൻ്റെ അനിയത്തി, ഞാൻ അവളുടെ ചേച്ചിയാ. ചേച്ചിയോ? ഏത് വകയ്ക്കാടേ നീ അവളുടെ ചേച്ചിയാവണ്? എവിടെ കുപ്പത്തൊട്ടിയിൽ എടുക്കണം? നിൻ്റെ സ്റ്റാറ്റസ് എവിടെ? ഇത്രയും വലിയ പൊസിഷനിൽ വളർന്ന വർഷയുടെ സ്റ്റാറ്റസ് എവിടെ? ഓ, ചേച്ചി അത്ര ചേച്ചി. ആൻറ്റി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അറിയാലോ, സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അറിയാലോ. ഒന്ന് പോടി. നീ എൻ്റെ മോളിൽ സമാധാനം കളയാൻ വേണ്ടി മനഃപൂർവ്വം അവളെ കൂട്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എനിക്കറിയാം നീ അവൾക്കൊരു സമാധാനം കൊടുക്കാതെയാണ് അവളുടെ പിന്നാലെ കൂടിയേക്കണമെന്ന്. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പന്നിരിപ്പിൻ്റെ കഥയാണ്. അങ്ങനെ രേവതി കിഴി വെക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ചന്ദ്രമതിയുടെ അടുത്തേക്ക് കിഴിയും കൊണ്ട് പോണ സമയത്ത് സച്ചി അപ്പോഴേ പറഞ്ഞു, ഇതും കൊണ്ട് നീ പോണ്ട, നിനക്ക് അമ്മയുടെ അടുത്ത് നിന്ന് നല്ല ആട്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കേൾക്കാതെ രേവതി, മനസാക്ഷി കാരണം കൊണ്ട് രേവതി അതുകൊണ്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോയി കിഴി. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിക്കും ചന്ദ്രമതി. അപ്പോൾ പറയാം, അമ്മയ്ക്ക് കാലുവേദനയല്ലേ, കിഴി വെക്കാനാണെന്ന് പറയുമ്പോൾ, ഒന്ന് കൊണ്ടുപോടി നിൻ്റെ കിഴി, എന്നെ ത്രാക്കിയതും പോരാ ഇനി അവൾ കിഴി വെക്കാൻ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിയെ ചീത്ത പറയാണ്. ഞാനിത് അമ്മയ്ക്ക് കാലുവേദന കുറയാൻ വേണ്ടി വെക്കാൻ വന്നതാണ്. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മയ്ക്ക് ഇത് ഇഷ്ടമായില്ലെങ്കിൽ അമ്മ വെക്കണ്ട, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അമ്മ അത് വെക്കുമ്പോണ്ട് രേവതി ആ കിഴി അവിടെ ചന്ദ്രമതിയുടെ അടുത്ത് വെച്ചിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് രേവതി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചന്ദ്രമതി ആ കിഴി എടുത്തിട്ട് കാലുമ്മ വെക്കുമ്പോൾ ചന്ദ്രമതി പറയണം, എന്തൊരു സുഖം അത് വെക്കുമ്പോൾ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ കിഴി എടുത്ത് വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചൂട് പോകുമ്പോൾ, ഇത് ചൂട് കുറഞ്ഞല്ലോ, എന്തായാലും അടുക്കളയിൽ പോയിട്ടൊന്ന് ചൂടാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് കിഴി ചൂടാക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചന്ദ്രമതി പോണ സമയത്ത് നോക്കുമ്പോൾ രേവതി അവിടെ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിച്ചു, എന്താടി നീ തിരയണേ ചോദിച്ചു. അപ്പോൾ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് രേവതി തിരയുന്നത്. അപ്പോൾ രേവതി പറയും, അമ്മ ഇവിടുത്തെ കൂവപ്പൊടി പാത്രം കാണാനില്ലേ അമ്മ തിരയുക പറയുമ്പോൾ, ശരിക്കും നോക്കാം, എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും, എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ശരിക്കും നോക്കാം, തല അതിൻ്റെ ഉള്ളിലേക്കിട്ട് നോക്കാമെന്നൊക്കെ പറയാണ് ചന്ദ്രമതി രേവതിയോട്. അങ്ങനെ രേവതി നോക്കുമ്പോൾ പറയാം, കിട്ടിയമ്മേ കിട്ടി എന്ന് പറയാണ്. അങ്ങനെ കൂവപ്പൊടി പാത്രം കണ്ടു, അത് എടുക്കണതിൻ്റെ ഉള്ളിൽ മൈദപ്പൊടി, അങ്ങനെ മൈദപ്പൊടി പാത്രം എടുത്ത് മാറ്റിയിട്ട് കൂവപ്പൊടി പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണതിൻ്റെ ഇടയിൽ സച്ചി പെട്ടെന്ന് ഓടി വന്നിട്ട് രേവതിയെ വിളിക്കണം. അപ്പോൾ പെട്ടെന്ന് രേവതിയുടെ ബാലൻസ് പോവാണ്. ആ മൈദപ്പൊടി പാത്രം അങ്ങനെ ചന്ദ്രമതിയുടെ തലയിൽ കൂടെ വീഴാണ്. അപ്പോൾ രേവതി വീഴാൻ മുമ്പ് സച്ചി ഓടി വരലും രേവതിനെ കോരി എടുക്കുകയാണ്. നിലത്ത് വീഴാതെ രേവതിനെ സച്ചിയുടെ കൈകളിൽ താങ്ങി കോരി എടുക്കുകയാണ്. നോക്കുമ്പോൾ ചന്ദ്രമതി ആകെ മൈദയിൽ കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് കാണുമ്പോൾ സച്ചിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. സച്ചി അവിടെ നിന്ന് ഉറക്ക ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, ഇത് മനഃപൂർവ്വമല്ലടി, നീ മനഃപൂർവ്വം ചെയ്തല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ട് മനഃപൂർവ്വമല്ല. എൻ്റെ അമ്മേ, ഞാൻ വീഴാൻ പോയത് അമ്മ കണ്ടതല്ലേ, ഇതൊക്കെ കണ്ടിട്ട് അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തണേ? അമ്മയ്ക്കിത് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ? ഞാൻ വീഴാൻ പോയപ്പോഴല്ലേ സച്ചേട്ടൻ വന്ന് പിടിച്ചത്. നീ വീഴാൻ പോയപ്പോൾ അവൻ പിടിച്ചു, ഇപ്പോൾ എൻ്റെ കാര്യമോ കണ്ടില്ലേ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ദേഷ്യം വന്ന് ഹോളിലേക്ക് വരികയാണ്. മേല് മുഴുവൻ മൈദപ്പൊടിൻ്റെ തലയിലുണ്ട്. അങ്ങനെ ഹോളിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് കോണി ഇറങ്ങി ശ്രുതി വരികയാണ്. ശ്രുതി വന്നിട്ട് ചന്ദ്രമതിനെ കാണുമ്പോൾ, അയ്യോ പ്രേതം പ്രേതം പ്രേതം, അയ്യോ പ്രേതം, പിശാശേ അടുത്തേക്ക് വരരുത് പോ എന്ന് പറയണം. അവന് ചന്ദ്രമതിനെ മനസ്സിലാവണില്ല. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതിയും പിന്നാലെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രുതിയോട് പറയുന്നത്, ശ്രുതി നോക്ക് ശ്രുതി, പോ പിശാശേ ഞങ്ങളുടെ അടുത്തേക്ക് വരല്ലേ എന്നിങ്ങനെ പറയുകയാണ് ശ്രുതിയും കൂടിയിട്ട്. അവർക്കത് ചന്ദ്രമതിയാണ് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ, നിങ്ങൾ എന്നെ കളിയാക്കാൻ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ പെട്ടെന്ന് ശ്രുതി നോക്കിയിട്ട് പറയും, ശ്രുതി ഇത് ആൻറ്റിയാണ്, ഇത് എന്താ ആൻറ്റി ഇങ്ങനെ, എന്താ പറ്റിയിരിക്കുമ്പോൾ ഇവളെൻ്റെ തലയിൽ മൈദപ്പാത്രം കമത്തിയതാണ്, മൈദപ്പാത്രം കമത്തി, ഞാൻ വീഴാൻ പോയപ്പോൾ എൻ്റെ കയ്യിലത്തെ മൈദപ്പാത്രം അമ്മയുടെ തലയിൽ കൂടെ വീണല്ല, ഞാൻ മനഃപൂർവ്വം കമത്തിയതൊന്നല്ല ശ്രുതി. അപ്പോൾ നീ എന്തിനപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയ രേവതി? ഞാൻ കൂവപ്പൊടി എടുക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ ശ്രുതി പറയും, ഇത് മനഃപൂർവ്വം തന്നെയാണ്, നമ്മുടെ അമ്മേനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഇവള് കുറച്ച് ദിവസമായി വർഷയുടെ കൂടെ നിന്നിട്ട് നമ്മുടെ അമ്മേനെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇത് മനഃപൂർവ്വം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയും ചന്ദ്രമതിയും കൂടി രേവതിയെ കണക്കറ്റ് ശകാരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയണേ, ഞാൻ പോയി കുളിക്കട്ടെ, ഇപ്പോൾ കുളിച്ചിങ്ങോട്ട് വന്നോളൂ, ഇനി കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും കുളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് ചന്ദ്രമതി ഇറങ്ങി എന്നിട്ട് ഇങ്ങനെ പറയാണ്, സ്വയം പറയാണ്, ഈശ്വര ഇനി ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയും ജലദോഷം വരില്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് റൂമിലേക്ക് വരികയാണ്. ആൻറ്റി ഡ്രസ്സ് മാറിയോ? പിന്നെ ഇല്ലാതെ മൈദപ്പൊടിയുള്ള സാരി ഉടുത്തിട്ട് ഞാൻ നിൽക്കണോ ചോദിക്കും. അല്ല ചോദിച്ചു എന്നേ ഉള്ളൂ ആൻറ്റി, ഇതൊക്കെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി ചെയ്യണതല്ലേ. ഇതിൻ്റെ ഇടയിൽ ചന്ദ്രമതി ഈ പൊടിയായിട്ട് ഹാളിൽ നിൽക്കുന്ന സമയത്ത് വർഷ വന്നിട്ട് ഇത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. വർഷ പറയും, അയ്യോ ആൻറ്റിയുടെ എന്ത് രൂപാത, എന്ത് രസമാണ് ആൻറ്റി, ഇത് വെറൈറ്റി ആയിട്ട്, ഞാനൊരു സെൽഫി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫി എടുക്കുകയാണ്. പിന്നെ അത് കൂടാതെ ചന്ദ്രമതിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വർഷ സ്റ്റാറ്റസ് ആയിട്ട് ഇടാണ്, ഇതാണ് എൻ്റെ ആൻറ്റി മൈദ മാവ് ചന്ദ്രമതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതിനെ കളിയാക്കിയിട്ടുള്ള സ്റ്റാറ്റസ് ഇടാണ്. ഈ സ്റ്റാറ്റസ് ശ്രുതി ചന്ദ്രമതിക്ക് കാണിച്ചു കൊടുക്കണം.
എന്നിട്ട് പറയണ കണ്ടില്ലേ, ഇത് ആൻറ്റീനെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ, വർഷേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, രേവതിയും കൂടിയേക്കല്ലേ ആൻറ്റി, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ എന്തെന്നാ പറയുക, എരിവ് കയറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നിന്നിട്ട് ഏഷണി കൊളുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയണേ, എനിക്കറിയാം എന്ത് വേണമെന്ന് എനിക്കറിയാം, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം, ഞാൻ ശരിയാക്കുന്നുണ്ട് രണ്ടെണ്ണത്തിനെയും. പണക്കാരി പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ഇളതരം കൊടുത്തതാണ് ഞാൻ, വലിയ ഉയർന്ന പൊസിഷനിൽ വളർന്ന പെണ്ണല്ലേ വിചാരിച്ചു. അവൾ ആ പൂക്കാരിയുടെ കൂടെ നിന്നിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുക, അവൾക്കിപ്പോൾ എന്നെ ഒരു വിലയില്ലാതെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ശ്രുതി, നീ എൻ്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ടാ ആൻറ്റി? ഓ, ഇനിയിപ്പോൾ എങ്ങോട്ടാന്നൊക്കെ ചോദിച്ചാലാണ് എൻ്റെ കൂടെ വരാൻ പറ്റുള്ളൂ, നിനക്ക് വരാൻ പറ്റുമോ? അയ്യോ ആൻറ്റി വിളിച്ച് എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാമല്ലോ, ആൻറ്റി ഡ്രസ്സ് മാറാം, ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പോവാണ്. അങ്ങനെ ചന്ദ്രമതി ഡ്രസ്സൊക്കെ മാറി, ശ്രുതി ഡ്രസ്സൊക്കെ മാറി. അവർ നേരെ പോണത് എവിടേക്കാണെന്നറിയോ? ചന്ദ്രമതിയുടെ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് പോണത്. കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയണം, അവൾക്ക് എന്നെ ഒരു വിലയില്ലാണ്ടായിക്കണം വർഷയ്ക്ക്. എന്തൊരു സംസാരം അവൾ സംസാരിക്കണം, അവളെ എന്നെ താത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഞാൻ മഹിമോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവളെ പറ്റി സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി കൂട്ടുകാരിയോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതിയും പറയണ്ട, അതേ ആൻറ്റി വല്ലാതെ വിഷമിപ്പിക്കേണ്ട ആൻറ്റീനെ. അവർ രണ്ടുപേരും കൂടിയിട്ട് പറയുമ്പോൾ ചന്ദ്രമതിയുടെ കൂട്ടുകാരി പറയണേ, എനിക്കറിയാലോ, ഞാൻ കണ്ടുപിടിച്ച് മരുമോളല്ലേ, നിനക്ക് മാത്രമേ ചന്ദ്രയോട് സ്നേഹമുള്ളൂ എന്ന് എനിക്കറിയില്ല, അതേ ശ്രുതി മാത്രം ഒരു അമ്മ എന്നുള്ള ബഹുമാനം എനിക്ക് തരുന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയണേ, ഞാൻ എൻ്റെ അമ്മായിമ്മയായിട്ടല്ല, ഞാൻ എൻ്റെ അമ്മയായിട്ടുള്ള ആൻറ്റീനെ കാണുമ്പോൾ കിട്ടണ സ്ഥലത്ത് വെച്ചിട്ട് ഗോളടിക്കുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ അത് കഴിഞ്ഞു. മഹിമ വരികയാണ്. മഹിമ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്ര എന്തിനാ കാണണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, എനിക്ക് നിൻ്റെ മോളെ പറ്റി കുറച്ച് സംസാരിക്കാൻ, അവളെ എന്താ വിചാരിച്ച് അവൾക്കുള്ള കളിപ്പാവേ ഞാനെന്നോ, എന്ത് പറ്റി ചന്ദ്രയെന്ന് ചോദിക്കുമ്പോൾ പറയും, അവൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടണം, നീ അവളുടെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്ക് പറയും. അപ്പോൾ വർഷയുടെ അമ്മ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ വർഷയുടെ അമ്മയ്ക്ക് ചിരി വരികയാണ്. ഇതെന്താ ചന്ദ്രമതി ഇങ്ങനൊരു കോലം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവളെൻ്റെ സ്റ്റാറ്റസ് ഇട്ടേക്കണം കണ്ടില്ലേ, മൈദാമാവ് ചന്ദ്രമതി എന്ന്. അതെ, എന്താ നിൻ്റെ മോളുടെ ഉദ്ദേശം? അത് അവൾ തമാശക്ക് ഇട്ടതാവും ചന്ദ്രേ, അവൾ വേറെ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അവളോട് പറയണം, മക്കളെങ്ങനെയാണോ നീ വളർത്തി വലുതാക്കണം അവളോട് പറയണം, ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന് അവളോട് പറയണം. അവളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, ഇത് നിന്നോടൊന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അതൊന്നും പറയില്ല, ഞാൻ പറഞ്ഞ കേൾക്കണ ആളൊന്നല്ല, ചന്ദ്രമതിയോട് എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ അവളെ എന്നോടും പെരുമാറാറ്. ഞാൻ ഇതും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയാൽ അവളുടെ വായിന്ന് അടുത്ത 4 എനിക്ക് കേൾക്കുക, അതുകൊണ്ട് ഞാൻ സംസാരിക്കാനൊന്നും നിൽക്കില്ല, എനിക്ക് പറ്റൂല പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവളെ പൂക്കാരിയുടെ കൂടെ നിന്നിട്ട് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടണമെന്നൊക്കെ പറയുമ്പോൾ മഹിമ പറയണേ, എനിക്കിതൊന്നും സംസാരിക്കാൻ പറ്റില്ല, ചന്ദ്രമതി തന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹിമ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്. ഇറങ്ങി പോരുന്ന പോക്കിൽ മഹിമ അങ്ങനെ കാറിൻ്റെ അവിടെ നിന്ന് ആലോചിക്കണം, ചന്ദ്രോദയത്തിൽ ഒരു കലക്ക് കലക്കാനുള്ളൊരു തുമ്പ് കിട്ടി എന്നിങ്ങനെ മഹിമ വിചാരിക്കുകയാണ്. എന്നിട്ട് മഹിമയുടെ ഭർത്താവ് വിളിക്കുമ്പോൾ മധുസൂദനൻ വിളിക്കുമ്പോൾ, മധുവേട്ടാ എന്താ ചോദിക്കുമ്പോൾ, നീ ഒന്ന് വീട് വരവാ പറയുമ്പോൾ, മധുവേട്ടാ ചന്ദ്രോദയം കലക്കാനുള്ളൊരു തുമ്പ് കിട്ടിയിട്ട് മധുവേട്ടാ, ഞാൻ ഇന്നത് കലക്കും പറയും അതിന് മുമ്പ് നീ വീട്ടിലേക്ക് വന്നിട്ട് മതി, നീ പോവല്ലേ എന്ന് പറയണം. അപ്പോൾ ശരി പറയും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രേവതിയുടെ കൂടെ പൂ കിട്ടുന്ന വേറൊരു ചേച്ചിയായിട്ട് സംസാരിച്ച് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ വർഷയുടെ അമ്മ രേവതിയെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തുകയാണ്. എന്താ എൻ്റെ വിശേഷ സുഖമല്ലേ ചോദിക്കുമ്പോൾ പറയണം, നിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ലടി ഞാൻ, നീ എന്തൊക്കെയാടി കാട്ടിക്കൂട്ടണേ, നീ അവിടെ വർഷേനെ കൂടെ നിന്നിട്ട് നീ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടണേ, എൻ്റെ മോള് ആ വീട്ടിൽ സമാധാനത്തോടു കൂടി കഴിയണത് നിനക്ക് ഇഷ്ടമാവണില്ല അല്ലേ, നിനക്ക് എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കണമല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലടി നീ ചെയ്യുന്നത്, എനിക്കറിയാം നീ അതിനു വേണ്ടി മെനക്കെട്ടിട്ടാന്ന്, കാരണം നിനക്കോ അവിടെ ഒരു സമാധാനമില്ലല്ലോ, ഇനി എൻ്റെ മോളുടെയും കൂടി സമാധാനം അവിടെ നിന്ന് കളയണം. ആൻറ്റി എന്തൊക്കെയാണ് പറയണേ, വർഷയോട് ഞാൻ എന്ത് കാട്ടിക്കൂട്ടിയെന്ന, ഓ അമ്മ വിളിച്ചിട്ട് ഏഷണി പറഞ്ഞിട്ടാവില്ല ആൻറ്റിയോട്, നീ ഒറ്റൊരുത്തിയുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, ആൻറ്റി ആവശ്യമില്ലാത്തത് പറയരുത്, വർഷൻ്റെ അനിയത്തിയാണ്, അവളെന്നെ ചേച്ചിയെ പോലെ കണക്കാക്കുന്നത്. ചേച്ചിയോ? വർഷയുടെ ചേച്ചിയോ? നീ കുപ്പത്തൊട്ടിയിൽ കിടക്കണം നിൻ്റെ സ്റ്റാറ്റസ് എവിടെ? ഉയർന്ന പൊസിഷനിൽ വളർന്ന വർഷയുടെ സ്റ്റാറ്റസ് എവിടെ? ചേച്ചിയാണ് എത്ര ചേച്ചി എന്ന് പറയാൻ എന്ത് യോഗ്യതയടി നിനക്കുള്ളത് എന്ന് ചോദിക്കുകയാണ് മഹിമ രേവതിയോട്. അപ്പോൾ രേവതി പറയണേ, ആൻറ്റി സ്റ്റാറ്റസിനെ പറ്റിയിട്ട് യോഗ്യതയെ പറ്റിയൊന്നും എന്നോട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് കേട്ടോ, അതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി മഹിമയോട്. അപ്പം മഹിമ പറയാണ്, പറയിപ്പിക്കണ ഡേഡി, നിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കണത്, എന്നെക്കൊണ്ട് നീയും നിൻ്റെ ഗുണവധികാരങ്ങൾ പറയിപ്പിക്കരുത് കേട്ടോ, ഇതൊന്ന് നിന്നെ നേരാവണ്ണം നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നീ വെറുതെ എൻ്റെ മോളെയും കൂട്ടുപിടിച്ചിട്ട് അവിടെ ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, അവൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് ഇഷ്ടമില്ലായിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം, എനിക്ക് മനസ്സിലായിട്ട് നിൻ്റെ മനസ്സിലിപ്പോൾ എന്താന്ന്, അതൊന്നും നടക്കില്ല, നിന്നെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്
മഹിമ രേവതിയെ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് അപമാനിക്കുകയാണ്. അപ്പോൾ ആ കൂടെയുള്ള ചേച്ചി ചോദിക്കേണ്ടത് ഇത് ആരാ രേവതി ചോദിക്കുമ്പോൾ പറയും ഇത് വർഷയുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട് രേവതിനെ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഇങ്ങനെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വേണം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്